ഹായ് ഫ്രണ്ട്സ്, ഞാൻ മാടത്തറ ഷാനവാസ്. കരിയില ഉപയോഗിച്ചിട്ട് നല്ലൊരു വളം നമുക്ക് ചെയ്യാം. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിപ്പോൾ കരിയില ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു വളമാണ്. അതിനുവേണ്ടി കരിയിലയും ഇപ്പം ഞാനിപ്പം പച്ചച്ചാണകമാണ് വേണ്ടത്. പച്ചച്ചാണകം ഇല്ലാത്തത് കൊണ്ട് കുറച്ച് ഉണക്കച്ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ഇതൊക്കെ അത്യാവശ്യം നമ്മളിലുള്ള അനുസരിച്ച് എൻ്റെ കുറച്ചുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു ചാക്കിലേക്കുള്ള അത്യാവശ്യം നമ്മൾ 100, 200, 250 അങ്ങനെ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ചേർക്കാം. അത് കമ്പോസ്റ്റായി മാറുമ്പോഴത്തേക്ക് ഇത് കുറച്ച് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് എല്ലുപൊടിയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ആ എല്ലുപൊടി ഇട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് ഞാനൊരു 3 ദിവസത്തോളം അതൊന്ന് മാറ്റി വെച്ചിരുന്നു. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ കരിയിലയിൽ അത് അത്യാവശ്യം ഇതിൻ്റെ കൊള്ളത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അതുകൊണ്ട് ഒരു 3 ദിവസം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അത് മാറ്റി കുറച്ച് കരിയില ആ ചാക്കിനകത്ത് നമുക്ക് ലെയറായിട്ട് കുറച്ച് കരിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ കരിയിലയുടെ മുകളിലായിട്ട് ഇതുപോലെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ആ കൂട്ട് ആ ലായനി അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കരിയില നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പിന്നെയും അതിൻ്റെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതിങ്ങനെ ഒഴിച്ച് നമുക്ക് ഈ ചാക്ക് ഫുള്ളായിട്ട് അത് നല്ലോണം ഒന്ന് അമർത്തി ഒന്ന് കെട്ടിയതിന് ശേഷം നമുക്കതൊരു 20 ദിവസത്തേക്കോ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ഈ ചാക്കിനകത്തിരിക്കുന്ന കംപ്ലീറ്റ് കരിയിലയും പൂർണ്ണമായിട്ട് ഭസ്മമായി മാറും. ഇതിന് നമുക്ക് അമിത ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു കരിയില കമ്പോസ്റ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കിഴങ്ങ് വർഗ്ഗത്തിനോ പച്ചക്കറിക്കോ അങ്ങനെയൊന്നുമില്ല, എല്ലാ ചെടികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. റോസിനും മറ്റും എല്ലാം നമുക്ക് പയറുവർഗ്ഗം അത് കണക്ക് തന്നെ നനകിഴങ്ങ് ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ കൃഷികൾക്കും നമുക്കിത് ഉപയോഗിക്കാം. ഇതിന് നമുക്ക് ഒരുപാട് ചിലവുകളൊന്നുമില്ല. ഇപ്പം ഈ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒന്നും ഇല്ലാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കരിയില കമ്പോസ്റ്റ് ഇങ്ങനെ ചെയ്തെടുക്കാം. അന്നേരം കുറച്ച് നനച്ചു കൊടുത്ത് വെക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് കമ്പോസ്റ്റായി മാറും. അതുകൊണ്ടാണ് നനച്ചു കൊടുത്തത്. ചിലർ സൂഡോമോണസൊക്കെ ഒഴിച്ചിട്ടും ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു 1, 2, 3 ഇങ്ങനെ ഹോള് ഇട്ട് കൊടുത്തിട്ട് ഇത് വെക്കുക. അന്നേരം നനയാത്ത രീതിയിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഹോളിട്ട് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു ബോക്സിൻ്റെ മുകളിലാണ് ഒരു വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചാക്കോ എന്തെങ്കിലും ഇട്ട് നനയാത്ത രീതിയിൽ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ദിവസം കൊണ്ട് ഉളവായി മാറും.